നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ നിധി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേട്ടപ്പോൾ നിധിക്ക് സഹിക്കാൻ പറ്റിയില്ല. പോലീസ് സ്റ്റേഷൻ വെച്ച് നടന്ന കല്യാണം ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഡിവോഴ്സ് നടത്താൻ പറ്റില്ലെന്നൊക്കെ അത് കേട്ടപ്പോൾ നിധിക്ക് ടെൻഷനായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഡിവോഴ്സിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എങ്ങനെയെങ്കിലും ആധാർ കാർഡൊക്കെ സാന്ദ്രത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടിരിക്കുന്ന സമയത്താണ് അടുത്ത കുരിശ് വരുന്നത്. പോലീസുകാരൻ ഇത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധിക്ക് ടെൻഷനായി. നിധി പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ഈ സമയത്ത് സുധീഷ് മൊബൈലിൽ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുവാണ്. അങ്ങനെ ചെന്നിട്ട് സുധീഷിനെ വിളിച്ചു. എന്താ നിധി? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എന്താണെന്ന് വെച്ചാൽ പറ. നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് കരയുന്ന പോലെയായി. അതെ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുധീഷെ. പോലീസ് സ്റ്റേഷനിന്നോ? എന്നിട്ട് എന്നോട് പറഞ്ഞു ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിധി എന്താന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പം കാര്യം കാരണമൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാവോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം ആയതുകൊണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു. അതേന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേക്ക് സുധീഷ് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു. സുധീഷ് പറഞ്ഞ് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. നിധി ഒരു പെണ്ണായതുകൊണ്ട് നിധിയോട് അധികമൊന്നും അയാൾ പറഞ്ഞു കാണത്തില്ല. പക്ഷെ എന്നോട് അങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മളങ്ങോട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കയറി ചെന്നല്ലേ. നമ്മുടെ കല്യാണം അവിടെ വെച്ചല്ലേ നടന്നത്. നിനക്ക് എന്തിൻ്റെ കേടാടാ? നീയും അവളും തമ്മിൽ ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നീ അകത്ത് വന്ന് കിടക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി ചോദിച്ചു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. നോക്കാം. കാരണം അത്ര പെട്ടെന്ന് ഇനി ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച അവര് മുൻകൈ എടുത്ത് നടത്തി തന്ന കല്യാണമല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ തമ്മിലുള്ള സംസാരം മാറുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹരീഷ് വന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പം എന്താ ഏതാന്നും അറിയത്തില്ല. ഹരീഷ് അങ്ങോട്ട് വന്ന് ഇടിച്ചു. എന്താണ് സുധീഷെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു എന്തേലും പ്രശ്നമുണ്ടോ നീ മാറ്റി തരുമോ? ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞു. അവൻ്റെയൊക്കെ ഒരു ജാടാന്ന് പറഞ്ഞിട്ട് ഹരീഷ് അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സുധീഷ് നിധിയോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നിധി കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സുധീഷിന്. രക്ഷപ്പെട്ടു, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അവളെ ഒന്ന് പറ്റിച്ചു. ഇനിയിപ്പോൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയത്തില്ല. അതിനു മുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ സുധീഷ് വിചാരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പത്രമൊക്കെ വായിച്ച് ആസ്വദിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗംഗാധരൻ വരുന്നത്, ഭാസ്കരൻ്റെ ചേട്ടന്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുരടയ്ക്ക് എനിക്ക് ചുമച്ചൊക്കെ കേൾപ്പിക്കുകയാണ്. പക്ഷെ ഭാസ്കരൻ മൈൻഡ് ചെയ്തില്ല ഗംഗാധരൻ വന്നതായിട്ട്. ആ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു നിനക്കെന്താടാ ചെവിടെ കേൾക്കില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു നിങ്ങളോ എന്താ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കണം. എന്താടാ നിനക്ക് എന്നെ കണ്ടിട്ട് മൈൻഡ് ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്തിനാ അതിനിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കണേ എന്ന് ചോദിച്ചിട്ട് ഭാസ്കരനെ കൂടെ എഴുന്നേറ്റു. അതെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് സുഭാഷ്, സുധീഷ്, നിധി എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് സുധീഷ് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇവിടെ വന്ന് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അടുത്ത കേസ് കെട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു അതെ, ഒന്ന് പോയി നാണം കെട്ടിട്ട് വന്നതല്ലേ, ഇനിയിപ്പോൾ അടുത്ത നാണം കെടാനാണോന്ന് ചോദിച്ചു. ആ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു നീയൊന്നും കൂടുതൽ കളിക്കണ്ട, ഞങ്ങൾക്ക് പോലീസിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ അറിയാം, നീയൊക്കെ കൂടുതൽ കിടന്ന് കളിച്ചാണെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു കൊടുത്ത കംപ്ലൈൻറ്റ് ഒന്നും പോരെ, നാണം കെട്ട് പോയല്ലോ. ഇനിയിപ്പം നിങ്ങൾ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഞങ്ങൾക്കും കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ അറിയാം, കേസിന് മറുകേസ് കൊടുക്കാൻ ഞങ്ങൾക്കും അറിയാം. അങ്ങനെ ഇനി ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത്രയും നാളും ഞങ്ങൾ ഒന്നും മിണ്ടാതിരുന്നു, പക്ഷെ ഇനി ഞങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം ഗംഗാധരൻ പറഞ്ഞു നീയൊക്കെ കളിക്കാൻ വേടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ പെങ്ങളുണ്ടല്ലോ ലളിത, അവളുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു, ഇനി ഒറ്റ ഒരെണ്ണത്തിനെ അങ്ങോട്ട് കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ, കല്യാണം ഉറപ്പിച്ചോ? ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു കല്യാണം ഉറപ്പിച്ചു. ഭാസ്കരൻ ചോദിച്ചു എന്താടാ കല്യാണം വിളിക്കാൻ വന്നാണോ നീ ചോദിക്കണം. കല്യാണം വിളിക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് നിങ്ങൾ ഒറ്റ ഓണത്തിനെ കണ്ടേക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു പരിസരത്തേക്ക് വരുന്നൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം ഉറപ്പിച്ച കല്യാണപ്പെണ്ണെ നോക്കണം, അല്ലെ ചിലപ്പോൾ കല്യാണപ്പെണ്ണ് ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും. അതോടൊപ്പം ഗംഗാധരൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, എന്ത് ചെയ്യണമെന്ന് നീ ഒന്നും അതിനകത്ത് തലയിടേണ്ട കാര്യമില്ല. കുഞ്ഞുനാളിൽ മുതൽ അവളെ ഞാൻ നോക്കി വളർത്തുന്ന, അവളെ നല്ല രീതിയിൽ കെട്ടിച്ചു കൊണ്ടെന്നാ എൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്കേക്ക് തലയിടാൻ വന്നാണ്ടല്ലോ. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു ഞങ്ങൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് വന്ന് ആരും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. സുധീഷ് പറഞ്ഞു എന്തിനാ
ചേട്ടാ ഇവരോടൊക്കെ ഇങ്ങനെ താഴ്മയായിട്ട് സംസാരിക്കുന്നത് നമ്മളാരുടെ അടിമയൊന്നും അല്ലോ. പിന്നെ ഇവരോട് താഴ്മയായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പെങ്ങളുടെ മോടെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ പോയി നടത്താൻ നോക്ക്. ഭാസ്കരൻ പറഞ്ഞു. അതെ അതെ ആങ്ങളെയല്ലേ, നല്ല രീതിയിൽ തന്നെ അങ്ങ് നടത്ത് കല്യാണം പെങ്ങളുടെ മോളുടെ. അങ്ങനെ അടിപൊളി അങ്ങോട്ട് ആക്ക്. പിന്നെ ഇവിടെ വന്നിട്ട് ഇമാതിരി വർത്താനം പറഞ്ഞ് വന്നാണ്ടല്ലോ ഇങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളേ. അവിടെ വന്ന് എന്തേലും മുട കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 2 കാലും കൊണ്ട് തിരിച്ചു പാടത്തില്ല. കാല് ഞാൻ വെട്ടി തുണ്ടം ആക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഓഹോ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ, എന്നാ ചെയ്യടാന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, വേണ്ടാന്ന് പറയാണ്. എടാ നിനക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, പക്ഷെ ഞാനിത് പ്രവർത്തിക്കും. നിനക്ക് കാണണമെന്ന് ഭാസ്കരൻ ചോദിച്ചു. നിനക്ക് കോടതിയും ജയിലും എന്നൊക്കെ പറഞ്ഞാൽ പേടിയായിരിക്കും ഗംഗാധര, പക്ഷെ ഈ ഭാസ്കരന് അത് പേടിയുള്ള കാര്യമല്ല. ഭാസ്കരൻ കുറെ ജയില് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിലേക്ക് പോവാനും വരാനും ഒന്നും മടിയുള്ള ആളൊന്നും അല്ല ഭാസ്കരന്. ആ ഒരു ഓർമ്മ നിനക്കൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ കുറയ്ക്കാതെ പോകാൻ നോക്ക്. നീ നിന്റെ പെങ്ങളുടെ മോളെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ പോയി നടത്താൻ നോക്ക്, അല്ലാതെ ഇവിടെ വന്ന് വെല്ലുവിളിക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ നാണമുണ്ട് ഇങ്ങോട്ടേക്ക് വരുവോ, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ മോളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചീത്ത അങ്ങ് പറഞ്ഞു വിട്ടു. ഗംഗാധരൻ ശരിക്കും നാണം കെട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഗംഗാധരൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ നാണം കെടുത്തുന്ന്. പിന്നീട് നിധിയും നികേഷും കൂടെ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവർ ആലിൻ്റെ ചോട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ട് നികേഷും ഉണ്ട് കൂടെ. അങ്ങനെ നികേഷ് നിധിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് സുനന്ദ വരുന്നത്. അപ്പം സുനന്ദ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധി നികേഷിനോട് ചോദിച്ചു, അല്ല നികേഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളായി മിണ്ടാതിരുന്നിട്ടെന്ന് ചോദിച്ചു. ആര് തമ്മിൽ? അല്ല സുനന്ദയുടെ വീട്ടുകാർ സുനന്ദയൊക്കെ ആയിട്ട്. അത് കേട്ടിച്ചപ്പം നികേഷ് പറഞ്ഞു, അത് കുറേ കാലമായി. കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയൊക്കെ കാണുന്ന. കാരണം എൻ്റെ അമ്മ മരിച്ചല്ലോ, അപ്പോൾ എൻ്റെ അമ്മയെ അച്ഛൻ കൊന്നിട്ട് ജയിലിൽ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമാണ് അവരിങ്ങനെയൊക്കെ ആയത്. പിന്നെ സുനന്ദയുടെ കാര്യം അറിയാമല്ലോ, സുനന്ദ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. പക്ഷേ സുനന്ദ വീട്ടിൽ വരുന്ന അച്ഛനൊന്നും ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. സുഭാഷേട്ടൻ മാത്രം നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നേ. സുനന്ദ വീട്ടിൽ വന്നിട്ട് തിരികെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും സുനന്ദയുടെ അമ്മയൊക്കെ പിടിച്ച് നല്ല തല്ല് വെച്ച് കൊടുക്കും. എന്നാലും സുനന്ദ പിറ്റേ ദിവസം വീട്ടിലേക്ക് വരും. സുനന്ദയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാ. കാരണം സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്, അതാണ് കാര്യം. എത്ര പറഞ്ഞാലും സുനന്ദ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആരും കാണാതെ ആ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഓടി വീട്ടിലേക്ക് വരും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നിധി പറഞ്ഞു, അത് പിന്നെ സുനന്ദയ്ക്ക് അത്ര ഇഷ്ടമായിട്ടല്ലേ സുഭാഷേട്ടനെ. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അടുത്തിയമ്മേ? ഈ പറയുന്ന സുനന്ദയെ സുഭാഷേട്ടനും ഒരിക്കലും ഒന്നാവാനായിട്ട് പോകുന്നില്ല. അവരുടെ വീട്ടുകാർ സമ്മതിക്കത്തുമില്ല. വലിയ വീട്ടിൽ കെട്ടിച്ചു വരണമെന്നാ അമ്മായിയുടെ വിചാരം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദ അവരുടെ അടുത്തേക്ക് വന്നു. അതെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഒരു ശല്യമായെന്നറിയാം, എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിധിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷിച്ചു, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നീ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കും, എന്നിട്ടോ നിന്റെ വീട്ടുകാരെങ്കിലും കൂടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കും. നിങ്ങളുടെ സ്ഥിര സ്വഭാവം ഇതൊക്കെയാണല്ലോ. സുനന്ദ പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ നികേഷേ, അറിയാലോ നികേഷിന് സത്യം എന്താണെന്നറിയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയും അമ്മാവനും അച്ഛനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒടുവിൽ നിധി പറഞ്ഞു, നികേഷ് നീ ഒരു കാര്യം ചെയ്യുക, നീ ഒന്നുകൂടെ പോയി നന്നായിട്ട് മനോരി പ്രാർത്ഥിക്കുക. അതെ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ കഴിയണേന്ന് ഞങ്ങളൊന്ന് അല്പം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓഹോ അപ്പോൾ ഏട്ടത്തിയമ്മ എന്നെ ഒഴിവാക്കുമല്ലേന്ന് ചോദിച്ചു. നീ പോയി പ്രാർത്ഥിച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് നികേഷ് ഞങ്ങളോട് പറഞ്ഞു വിട്ടു. പിന്നീട് സുനന്ദയോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു. സുനന്ദ അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ സുനന്ദയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, നിധിക്കറിയാലോ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് 2 ഭാര്യയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തോ സുഭാഷേൻ്റെ ഭാഗത്തോ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് സുഭാഷേണ്ണ എനിക്ക് നഷ്ടമാവും, സുഭാഷേൻ്റെ ഭാഗത്ത് നിന്ന് വീട്ടുകാരൻ നഷ്ടമാവും. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കണേ. നിധി പറഞ്ഞു, 2 വളത്തേലും കാലിയാവട്ടാൻ പറ്റില്ല. നീ എവിടെയെങ്കിലും ഉറച്ച് നിന്നേ മതിയാവുള്ളൂ. അപ്പോഴേക്ക് സുനന്ദ പറഞ്ഞു, നിധിയുടെ അത്ര ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ സുഭാഷേൻ്റെ അടുത്തേക്ക് ഓടിപ്പോന്നേനും. പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമില്ല. എൻ്റെ വീട്ടുകാരെ എതിർക്കാനായിട്ട് എനിക്ക് പറ്റുന്നുമില്ല. പക്ഷേ ഈ ഒരു കല്യാണാലോചന വന്ന സമയം മുതൽ ഞാൻ നീറുക. ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സുഭാഷേണ്ണ എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സുഭാഷേണ്ണ മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ സ്വഭാവം അറിയാലോ. സുഭാഷേൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യമാണ്. കുഞ്ഞുനാളിലെ മുതൽ ഞാൻ ഓടി ആ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ സമയത്ത് ബാക്കി എല്ലാവരും എന്നെ ചീത്ത പറയും. ഭാസ്കരനങ്ങളൊക്കെ ചീത്ത പറയുന്ന സമയത്ത് സുഭാഷേട്ടൻ മാത്രം എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ.
അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിൽ സുഭാഷേട്ടനുണ്ട്. സുഭാഷേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊരു തോന്നല. ഒരു പക്ഷേ എൻ്റെ കല്യാണം വേറെ നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരും എൻ്റെ ജീവിതം പോലും എനിക്കറിയില്ല. അതിപ്പം നിധിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ല വിഷമത്തില. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് ഇത് എത്രമാത്രം മനസ്സിലാവുമെന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിധിയോട് എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയണത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. എൻ്റെ സങ്കടങ്ങൾ പറയാൻ വേറെ ആരുമില്ല. അതും പറഞ്ഞിട്ട് സുനന്ദ അവിടെ നിന്ന് കരയുവാണ്. നിധിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് സുനന്ദ ഒന്നും മിണ്ടാതെ കൊണ്ട് എഴുന്നേറ്റ് പോയി. നിധിക്ക് മനസ്സിലായി സുനന്ദ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം വീട്ടുകാരുടെ അതുപോലെ തന്നെ സുഭാഷിൻ്റെ ഇടയപ്പെട്ട് വലയുന്നൊരാൾ സുനന്ദയാണ്. പക്ഷെ സുഭാഷിനുള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും സുഭാഷ് അതൊന്നും പുറമെ പ്രകടിപ്പിച്ചിട്ടില്ല. സുനന്ദയോട് സംസാരിക്കുന്ന സമയത്ത് ആ ഇഷ്ടം മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇതുവരെയായിട്ടും പരസ്പരം ഇഷ്ടങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല താനും. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് പോലീസുകാരനെ കാണാൻ ചെല്ലുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിധിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ട അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അയാൾ ചോദിച്ചു, എങ്ങനെയുണ്ട് സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അവൾ എന്താ പറഞ്ഞ നിധി, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ശരിക്കും എൻ്റെ മൂത്ത ചേട്ടൻ്റെ സ്ഥാനത്തെ ചേട്ടന് എനിക്ക് എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കണം എന്നറിയില്ല. ഒരു പക്ഷേങ്കിൽ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനം. അല്ല, അവൾ എന്ത് പറഞ്ഞു, എന്തേലും പറഞ്ഞു? ഓ, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഡിവോഴ്സിനെ കുറിച്ച് അവൾ സംസാരിക്കുന്നു പോലും ഇല്ല എന്ന് പറഞ്ഞു. ദേ, എനിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്, അവൾ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അതൊക്കെ ഞാൻ ഏറ്റു സാറേ, സാർ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. എന്താ സുധീഷേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയണം, സാർ ഇത് വെച്ചോ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ, പബ്ലിക് പ്ലേസ് വെച്ച് ഇങ്ങനെയൊക്കെ തരുന്ന കണ്ട് മറ്റുള്ള ആരും കണ്ടിട്ടുണ്ടെങ്കിൽ കൈക്കൂലിയാന്ന് വിചാരിക്കും. അതൊന്നും ഇല്ല സാറേ. പിന്നെ സുധീഷ് ഇത്ര സ്നേഹത്തോടെ ചേട്ടനാന്ന് പറഞ്ഞ് തരുമ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താവശ്യം ഉണ്ടല്ലോ എന്നെ വിളിക്കാൻ മറക്കരുത്, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോളാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു സുധീഷിനെ കുറിച്ച് എന്തേലും കുറ്റം പറയുമെന്ന്. അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്തേലും പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ സുധീഷിനെ വന്നിടിച്ചാനെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാനവളെ പൊന്നുപോലെ സാറേ നോക്കുന്നേ, അവൾക്ക് ഇന്ന് വരെ ഒരാപത്ത് വരെ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്നേഹിക്കുന്നവർ തമ്മിൽ നന്നായിട്ട് ജീവിക്കണം, ഒരിക്കലും അവർ പിരിയാൻ പാടില്ല. അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് സന്തോഷത്തോടെയിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. ആ സമയം നിധിയും നികേഷും കൂടെ ഇരുന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നികേഷിനെ ആദ്യ റൗണ്ടിൽ നിധി തോൽപ്പിച്ചു. ആ സമയം നികേഷ് ചോദിച്ചു, അല്ല ചേച്ചി ഇതിനകത്ത് എക്സ്പേർട്ട് ആണോ എന്ന് ചോദിക്കണം. അങ്ങനെയൊന്നുമില്ല, ലോക്ക്ഡൗൺ സമയത്തെ ഞാൻ സാന്ദ്രേച്ചിയും കൂടി ഇരുന്ന് കളിക്കുമായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ, എന്നാൽ ഇത്തവണ ഉറപ്പായിട്ട് ഞാൻ ചേച്ചിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. ആണോ, എന്നാൽ ശരി, കളിക്കാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ? എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദനയാന്ന് പറയാം. അത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴേക്കും നിധി പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് വെള്ളമെല്ലാം കൊണ്ട് കൊടുക്കണം. ഇത് കുടിക്കുക സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ പോയി എടുക്കുമായിരുന്നല്ലോ, നിധി എന്തിനാ എത്ര ബുദ്ധിമുട്ടി എടുത്തേ? അതൊന്നും സാരമില്ല. അതെ, ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്ന് ചോദിച്ചു. വേണ്ട, അതിൻ്റെ ഒന്നും സാരം കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അല്ല സുഭാഷ് ചേട്ടനെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? ഒന്നാമത്തെ കാര്യം നല്ല ചൂട് ഒക്കെ അല്ലേ, ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടാ. നിധി പറഞ്ഞു, ഞാൻ പോയി ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ടിരാന്ന് പറയണം. വേണ്ട, എനിക്ക് ചായ ഇട്ടുകൊണ്ട് വന്ന് നീ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. അതെന്താ സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടന് ചായ ഇഷ്ടമില്ലേ? ഇഷ്ടമൊക്കെയാ, ചായയാണ് കോഫിയാണ് ഇഷ്ടം? കോഫി ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ കോഫി ഇട്ടുകൊണ്ട് വരാം. വേണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം സുഭാഷ് ചേട്ടൻ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാന്ന്, ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിധി അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് നികേഷും പിന്നാലെ ചെന്നു. അങ്ങനെ കോഫി വെക്കുവാണ്. 3 പേർ കൂടെയുള്ള കോഫി വെച്ചു. അതിനുശേഷം അത് സുഭാഷിനോട് കൊടുത്തു. സുഭാഷിനോട് കുടിക്കാൻ പറയണം. സുഭാഷ് കുടിക്കണ സമയത്ത് നിധി ആ മുഖത്തേക്ക് നോക്കണം. മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ നിധിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. സുഭാഷേണ നല്ല ടെൻഷനുണ്ട്. സുനിതയുടെ കല്യാണം എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരു പക്ഷേ ആ ടെൻഷനായിരിക്കും സുഭാഷേണ ഈ തലവേദന ഉണ്ടാക്കാൻ കാരണം. നിധി ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയോ? എന്താ നിധി? സുഭാഷേണ വിഷമമുണ്ടോ സുനിതയുടെ കല്യാണം കഴിയുന്നുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വേള സുഭാഷ് ഒരു അന്താളിപ്പോട് കൂടി നിധിയെ നോക്കുകയാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. സുഭാഷിൻ്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് നികേഷിനും നിധിക്കുമൊക്കെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നീതിയുടെ സുധീഷിൻ്റെയൊക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.